മുംബൈയിലെ ജിയോ വേൾഡ് കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന ഇന്ത്യയിലെ ആദ്യ വേൾഡ് ഓഡിയോ വിഷ്വൽ ആൻഡ് എന്റർടൈൻമെന്റ് സമ്മിറ്റിൽ അമിതാഭ് ബച്ചൻ, രജനീകാന്ത്, ഷാറൂഖ് ഖാൻ, അക്ഷയ് കുമാർ, ചിരഞ്ജീവി അടക്കമുള്ള താരങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. രജനീകാന്ത്, ചിരഞ്ജീവി, ഹേമ മാലിനി, അക്ഷയ് കുമാർ, മിഥുൻ ചക്രബർത്തി എന്നിവർക്കൊപ്പം നിൽക്കുന്ന ചിത്രം മോഹൻലാൽ പങ്കുവച്ചിട്ടുണ്ട്. വേവ് സമ്മിറ്റിൽ പങ്കെടുക്കവെയാണ് ഈ ചിത്രം എടുത്തത്. ഉച്ചകോടിയിൽ 42 പ്ലീനറി സെക്ഷനുകൾ, 39 ബ്രേക്ക്ഔട്ട് സെക്ഷനുകൾ, പ്രക്ഷേപണം, ഇൻഫോർടൈൻമെന്റ്, AVGC, XR, സിനിമ, ഡിജിറ്റൽ മീഡിയ എന്നിവ ഉൾപ്പെടെ വിവിധ മേഖലകളിലായി 32 മാസ്റ്റർ ക്ലാസുകൾ സംഘടിപ്പിക്കുന്നു. അക്ഷയ് കുമാർ മോഡറേറ്ററായി എത്തുന്ന ലെജൻഡ്സ് ആൻഡ് ലെഗസീസ് ദി സ്റ്റോറീസ് ദാറ്റ് ഷേപ്പ് ഇന്ത്യ സോൾ എന്ന സെക്ഷൻ പരിപാടിയുടെ ആകർഷണമാകും. അമിതാഭ് ബച്ചൻ, ഹേമ മാലിനി, മിഥുൻ ചക്രവർത്തി, രജനീകാന്ത്, ചിരഞ്ജീവി എന്നിവർക്കൊപ്പം മോഹൻലാലും സ്പീക്കർമാരിൽ ഒരാളായി സെക്ഷനിൽ പങ്കെടുക്കുന്നു. പ്രതിവർഷം ഏറ്റവും കൂടുതൽ സിനിമകൾ നിർമ്മിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ എന്നുള്ളതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ മീഡിയ ആൻഡ് എന്റർടൈൻമെന്റ് മേഖല ലോകവേദിയിലേക്ക് ഉയർത്തുന്നതിനായി രൂപകൽപ്പന ചെയ്ത മികവുറ്റ പരിപാടിയായി വേവ്സ് എന്നതിൽ സംശയമില്ല. മാധ്യമ വിനോദ വ്യവസായത്തിൽ ചർച്ചകളും നവീകരണവും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പ്രധാന വേദിയായിരിക്കും വേവ്സ്. ബാന്ദ്ര കുർള കോംപ്ലക്സിലെ ജിയോ വേൾഡ് സെന്ററിൽ നടത്തുന്ന 4 ദിവസത്തെ സമ്മേളനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. പ്രമുഖരുമായി അദ്ദേഹം സംവദിക്കും. എമ്പുരാൻ പുറത്തിറങ്ങിയതോടെ RSSുമായി മോഹൻലാൽ തെറ്റിയെന്ന് CPM വിശ്വസിച്ചിരിക്കുമ്പോഴാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ പങ്കാളിത്തമുള്ള ഉച്ചകോടിയിൽ ലാലിന് ക്ഷണം ലഭിച്ചത്. അതോടെ ചില CPM നേതാക്കൾ മോഹൻലാലിനെ നാറ്റിക്കാൻ ശ്രമം തുടങ്ങിയത്. പുലിപ്പല്ലുമായ റാപ്പർ വേടൻ അറസ്റ്റിലായതിന് പിന്നാലെയാണ് സൂപ്പർ താരം മോഹൻലാൽ പ്രതിയായ ആനക്കൊമ്പ് കേസ് വീണ്ടും ചർച്ചയിലെത്തിയത്. വേടനെ കുടുക്കാൻ തിടുക്കം കാട്ടിയ വനംവകുപ്പ് ലാലിന്റെ കേസിൽ മെല്ലെപ്പോക്ക് തുടരുകയാണെന്നാണ് നവമാധ്യമങ്ങളിൽ ഒരു വിഭാഗം ഉയർത്തുന്ന വിമർശനം. 2011 ഓഗസ്റ്റിൽ എറണാകുളം തേവരയിലെ മോഹൻലാലിന്റെ വീട്ടിൽ റെയ്ഡിനെത്തിയ ആദായ നികുതി വകുപ്പ് സംഘമാണ് വീട്ടിൽ നിന്ന് 4 ആനക്കൊമ്പുകൾ കണ്ടെത്തിയത്. അന്ന് തന്നെ വനംവകുപ്പിന് വിവരം കൈമാറി. ആനക്കൊമ്പ് സൂക്ഷിക്കാനുള്ള നിയമപരമായ രേഖകളൊന്നും പക്കലില്ലാതിരുന്നിട്ട് കൂടി തിടുക്കത്തിൽ ലാലിനെതിരെ കേസെടുക്കാനോ അറസ്റ്റ് ചെയ്യാനോ വനംവകുപ്പ് മെനക്കെട്ടില്ല. മറിച്ച് വലിയ കൂടിയാലോചനകൾക്ക് ശേഷമായിരുന്നു അനധികൃതമായ ആനക്കൊമ്പ് സൂക്ഷിച്ച കേസിൽ ലാലിനെ 1-ാം പ്രതിയാക്കി വനംവകുപ്പ് കേസെടുത്തത്. അതും 2012 ജൂൺ മാസത്തിൽ. വീട്ടിലെ മേശയിൽ ഉറപ്പിച്ച നിലയിൽ കണ്ടെത്തിയ തൊണ്ടി മുതലായ ആനക്കൊമ്പുകൾ വനംവകുപ്പ് കസ്റ്റഡിയിൽ എടുത്തിരുന്നുമില്ല. നിയമലംഘനം വ്യക്തമായിട്ടും വേടനെ കസ്റ്റഡിയിലെടുത്തതുപോലെ ലാലിനെ കസ്റ്റഡിയിലെടുത്തില്ല. നോട്ടീസ് നൽകി വനംവകുപ്പിന്റെ ഏതെങ്കിലും ഒരു ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയതുമില്ല. മറിച്ച് ലാലിന്റെ സൗകര്യം നോക്കി അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് നേരിട്ടെത്തിയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മൊഴിയെടുപ്പ് പോലും നടത്തിയത്. തൃശ്ശൂരിലും കൊച്ചിയിലുമുള്ള 2 സുഹൃത്തുക്കൾ സൂക്ഷിക്കാനായി ഏൽപ്പിച്ചതാണ് ആനക്കൊമ്പുകൾ എന്നായിരുന്നു ലാൽ നൽകിയ മൊഴി. ആനക്കൊമ്പ് വിൽക്കാനോ വാങ്ങാനോ കൈമാറ്റം ചെയ്യാനോ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരിടത്തേക്ക് അനുമതിയില്ലാതെ മാറ്റാനോ ഒന്നും നിയമമില്ലാതിരുന്നിട്ട് കൂടിയും ഈ മൊഴിക്ക് ശേഷവും ലാലിനെതിരെ വനംവകുപ്പ് നടപടികളൊന്നും ഉണ്ടായില്ല. ഇതിനിടയിൽ ആനക്കൊമ്പിന്റെ ഉടമസ്ഥാവകാശം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ലാൽ അന്നത്തെ പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. പരിശോധിക്കാൻ കേന്ദ്ര വനം മന്ത്രാലയം സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം നൽകി. ചട്ടങ്ങൾ പലതും മറികടന്ന് വനംവകുപ്പ് ലാലിന് ഉടമസ്ഥാവകാശം അനുവദിക്കുകയും ചെയ്തു. അന്നത്തെ UDF സർക്കാരിൽ വനമന്ത്രിയായിരുന്ന ഗണേഷ് കുമാറിന്റെ സ്വാധീനത്തിലാണ് ലാലിന് ഈ ഉടമസ്ഥാവകാശം കിട്ടിയതെന്ന ആരോപണം അന്നും ഇന്നും ശക്തമായി നിലനിൽക്കുന്നുണ്ട്. ആനക്കൊമ്പുകളുടെ ഉടമസ്ഥാവകാശം ലാലിന് നൽകിയ നടപടിയിലെ ചട്ടവിരുദ്ധത ചൂണ്ടിക്കാട്ടി ഏലൂർ സ്വദേശി പൗലോസും മുൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നൽകിയ ഹർജികൾ ഇപ്പോഴും ഹൈക്കോടതിയിലുണ്ട്. ഇതിനിടെ വനംവകുപ്പ് ലാലിനെതിരെ പെരുമ്പാവൂർ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. എന്നാൽ തനിക്കെതിരായ കുറ്റപത്രം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ലാൽ പെരുമ്പാവൂർ കോടതിയെ സമീപിച്ചു. കോടതി ഈ ആവശ്യം തള്ളി. ഇതിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ച് തുടർ നടപടികൾക്ക് സ്റ്റേ വാങ്ങിയിരിക്കുകയാണ് ലാൽ. വിവാദമായ ആനക്കൊമ്പുകൾ ഇന്നും മോഹൻലാലിന്റെ പക്കലുണ്ട്. ആനക്കൊമ്പുകൾ മാത്രമല്ല, അന്ന് ആ വീട്ടിൽ നിന്ന് കണ്ടെടുത്ത ആനക്കൊമ്പിൽ തീർത്ത 13 വിഗ്രഹങ്ങളും. വേടന്റെ കേസിലെ തിടുക്കം ഒരു ഘട്ടത്തിലും ലാലിന്റെ കാര്യത്തിൽ വനംവകുപ്പിൽ നിന്നോ മറ്റ് സർക്കാർ സംവിധാനങ്ങളിൽ നിന്നോ ഉണ്ടായിട്ടില്ലെന്ന് ചുരുക്കം. വേടനെതിരെ തിടുക്കത്തിൽ നടപടികൾ വേണ്ടെന്നല്ല, മറിച്ച് ഒരേ സ്വഭാവമുള്ള 2 കേസുകളിൽ 2 തരത്തിലുള്ള സമീപനമോ വേണ്ടതെന്ന ചോദ്യമാണ് ഉയരുന്നത്. മോഹൻലാലും മോദിയും തമ്മിൽ തെറ്റിയിട്ടില്ലെന്ന് മനസ്സിലാക്കിയതോടെയാണ് വിവാദം വീണ്ടും പുകഞ്ഞത്. എമ്പുരാൻ ഇറങ്ങിയപ്പോൾ ലാലും BJPയും തെറ്റിയതായി CPM വ്യാപകമായി പ്രചരിപ്പിച്ചു. ലൂസിഫർ ഫ്രാഞ്ചൈസിന്റെ 2ാം ഭാഗമായ എമ്പുരാൻ സിനിമയുടെ ആവിഷ്കാരത്തിൽ കടന്നു വന്നിട്ടുള്ള ചില രാഷ്ട്രീയ സാമൂഹിക പ്രമേയങ്ങൾ തന്നെ സ്നേഹിക്കുന്നവരിൽ കുറെ പേർക്ക് വലിയ മനോവിഷമം ഉണ്ടാക്കിയതായി താൻ അറിഞ്ഞതായി മോഹൻലാൽ സമൂഹ മാധ്യമത്തിൽ എഴുതി.
ഒരു കലാകാരൻ എന്ന നിലയിൽ എൻ്റെ ഒരു സിനിമയും ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തോടോ ആശയത്തോടോ മതവിഭാഗത്തോടോ വിദ്വേഷം പുലർത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് എൻ്റെ കടമയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ടവർക്കുണ്ടായ മനോവിഷമത്തിൽ എനിക്കും എമ്പുരാൻ ടീമിനും ആത്മാർത്ഥമായ ഖേദമുണ്ട്. ഒപ്പം അതിൻ്റെ ഉത്തരവാദിത്തം സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച ഞങ്ങൾ എല്ലാവരുടേതുമാണ് എന്ന തിരിച്ചറിവോടെ അത്തരം വിഷയങ്ങളെ നിർബന്ധമായി സിനിമയിൽ നിന്ന് നീക്കം ചെയ്യാൻ ഞങ്ങൾ ഒരുമിച്ച് തീരുമാനിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ 4 പതിറ്റാണ്ട് നിങ്ങളിൽ ഒരാളായാണ് താൻ എൻ്റെ സിനിമാ ജീവിതം ആരംഭിച്ചത്. നിങ്ങളുടെ സ്നേഹവും വിശ്വാസവും മാത്രമാണ് എൻ്റെ ശക്തി. അതിൽ കവിഞ്ഞൊരു മോഹൻലാൽ ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്നേഹപൂർവ്വം മോഹൻലാൽ. മോഹൻലാലിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ചിത്രത്തിന്റെ സംവിധായകൻ കൂടിയായ പൃഥ്വിരാജ് സുകുമാരനും പങ്കുവച്ചിട്ടുണ്ട്. മോഹൻലാൽ സാധാരണ സുഹൃത്തുക്കളെ തള്ളി പറയുന്ന ഒരാളല്ല. കാരണം അദ്ദേഹം സൗഹൃദങ്ങൾക്ക് വലിയ വില കൽപ്പിക്കുന്നു. എന്നാൽ എമ്പുരാൻ വിവാദത്തിൽ തന്റെ തടി രക്ഷിക്കാൻ മോഹൻലാലിന് കൂടെ നിൽക്കുന്നവരെ എല്ലാം തള്ളി പറഞ്ഞേ മതിയാകൂ. ഗുജറാത്ത് കലാപം നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ഹൃദയത്തിനേറ്റ മുറിവാണ്. അതിനെ തൊട്ട് കളിച്ചാൽ BJP ആരെയും വെറുതെ വിടില്ല. അത് നന്നായി മനസ്സിലാക്കിയ വ്യക്തിയാണ് മോഹൻലാൽ. സിനിമയുടെ റീസെൻസറിങ്ങിന് പൃഥ്വിരാജ് തയ്യാറായില്ലെന്നും എന്നാൽ ലാലിന്റെ സമ്മർദ്ദമുണ്ടായെന്നും വാർത്തകളുണ്ടായിരുന്നു. തന്റെ സിനിമയ്ക്ക് പ്രത്യക്ഷമായോ പരോക്ഷമായോ യാതൊരു കുഴപ്പവുമില്ലെന്ന ചിന്തയിലായിരുന്നു പൃഥ്വിരാജ്. എന്നാൽ സംഘപരിവാർ ഹാൻഡിലുകളിൽ നിന്നും വന്ന വിമർശനങ്ങൾ കാരണം ലാൽ റീസെൻസറിങ്ങിന് ശ്രമിച്ചു എന്നാണ് വാർത്തകൾ. അതേസമയം എമ്പുരാൻ വിവാദത്തിൽ കേന്ദ്ര ഏജൻസികളുടെ സമ്മർദ്ദം മോഹൻലാലിന്മേൽ ഉണ്ടായിട്ടുണ്ടെന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. എമ്പുരാൻ വിവാദത്തിൽ മോഹൻലാൽ ഖേദം പ്രകടിപ്പിച്ചതിന് പിന്നാലെയായിരുന്നു പ്രതികരണം. എമ്പുരാൻ സിനിമയ്ക്ക് വേണ്ടി പണം മുടക്കിയവരുടെ നേരെ കേന്ദ്ര ഏജൻസികളുടെ ഭാഗത്തു നിന്ന് വലിയ ഭീഷണി ഉണ്ടായെന്നാണ് മനസ്സിലാക്കുന്നതെന്ന് നേതാക്കൾ പറഞ്ഞു. മോഹൻലാൽ വലിയ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നതായി വാർത്തകളുണ്ടായിരുന്നു. പൃഥ്വിരാജിനെ അദ്ദേഹം തള്ളിപ്പറഞ്ഞതും ഇതുകൊണ്ടാണ്. ഗോകുലം ഗോപാലനും സമ്മർദ്ദത്തിൽ തന്നെയായിരുന്നു. BJPക്കെതിരായ വിമർശനങ്ങൾ ബിസിനസിനെ ബാധിക്കുമോ എന്ന സംശയം ഗോപാലനും ആന്റണി പെരുമ്പാവൂരിനുമുണ്ട്. ഇതിൽ രാഹുൽ ഈശ്വർ പറഞ്ഞതാണ് ശരി. എമ്പുരാൻ വിവാദങ്ങളിൽ ഖേദം പ്രകടിപ്പിച്ച് നടൻ മോഹൻലാൽ പങ്കുവെച്ച് കുറിപ്പ് എഴുതിയത് ഏകദേശം 1 ദിവസം എടുത്താണെന്ന് രാഹുൽ ഈശ്വർ പറഞ്ഞു. മോഹൻലാലിന്റെ അടുത്ത വൃത്തങ്ങളെ ഉദ്ധരിച്ചാണ് രാഹുലിന്റെ അവകാശവാദം. മോഹൻലാലിന്റേത് ഏറ്റവും മികച്ച നിലപാടാണെന്നും രാഹുൽ ഈശ്വർ പറഞ്ഞു. ഏകദേശം 1 ദിവസം എടുത്താണ് ഈ പോസ്റ്റ് എഴുതിയതെന്നാണ് ലാലേട്ടനുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ പറയുന്നത്. വളരെ ആലോചിച്ച് എല്ലാത്തിനും ഉത്തരവാദിത്തം ഏറ്റെടുത്ത് പൃഥ്വിരാജിന് ഒരു കാരണവശാലും കുറ്റം പറയാതെ പൃഥ്വിരാജിനെ തള്ളിപ്പറയാതെ ഖേദമുണ്ടെന്ന് പറയുകയും ചെയ്തു. എന്നാൽ അത് മാപ്പാകാതിരിക്കുകയോ ചെയ്യുന്ന പ്രിയപ്പെട്ടവരെ എന്ന് എല്ലാവരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് പോസിറ്റീവായി വരുന്ന രീതിയിലാണ് പ്രതികരണം. ലാലേട്ടൻ ഇതല്ലാതെ എന്താണ് ചെയ്യേണ്ടത്? ഏറ്റവും മികച്ച നിലപാടാണ് മോഹൻലാലിൻ്റെത്. നിലപാടിനെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. തീവ്രതയുള്ളവർ എന്ത് നിലപാടെടുത്താലും പരസ്പരം ഫൈറ്റ് ചെയ്യുമെന്ന് രാഹുൽ ഈശ്വർ പറഞ്ഞു. മാപ്പ് പറയുകയല്ല, ഖേദപ്രകടനം നടത്തുകയാണ് മോഹൻലാൽ ചെയ്തത്. ഇനിയൊരു വിവാദത്തിന് സ്കോപ്പില്ല. മോഹൻലാൽ എല്ലാവരെയും സ്വീകരിക്കുന്ന രീതിയിൽ സന്തുലിതമായ നിലപാടെടുത്തു. ആരെയും വിഷമിപ്പിക്കാത്ത രീതിയിൽ അദ്ദേഹം അത് മുന്നോട്ട് വെക്കുകയും ചെയ്തു. എല്ലാവർക്കും യോജിപ്പുള്ള, ആർക്കും വിയോജിപ്പില്ലാത്ത നിലപാടിലേക്ക് മോഹൻലാലിനെ നമ്മൾ എത്തിക്കാൻ കഴിഞ്ഞു. പൃഥ്വിരാജ് അടക്കം ഇത് ഷെയർ ചെയ്തു. ഇനിയും അതിൽ പ്രകോപിതരാവേണ്ട കാര്യമില്ല. തീവ്ര ഹിന്ദുത്വവാദികളും തീവ്ര ഇസ്ലാമിസ്റ്റുകളും തീവ്ര ഇടതുപക്ഷക്കാരും ലാലേട്ട് എന്ത് ചെയ്താലും ഹാപ്പി ആവില്ല. തീവ്ര ഹിന്ദുത്വവാദികളും തീവ്ര ഇസ്ലാമിസ്റ്റുകളും എന്തെങ്കിലും കാരണമുണ്ടാക്കി പരസ്പരം ആക്രമിക്കുമ്പോൾ അതിനിടയിൽ നിൽക്കുന്നവരെയും ആക്രമിക്കുമെന്ന് രാഹുൽ അഭിപ്രായപ്പെട്ടു. അതേസമയം രാജാവിനേക്കാൾ രാജ്യഭക്തി കാണിച്ചയാൾ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. മോഹൻലാൽ BJPക്കാർക്ക് അപ്രിയനാണെന്ന് മനസ്സിലാക്കിയതോടെ പിണറായി മോഹൻലാലിനോടൊപ്പം ശബരിമല ദർശനത്തിന് പോയ തിരുവല്ല CI സുനിൽ കൃഷ്ണന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. ശബരിമല ദർശനത്തിന് മാത്രമാണ് അനുമതി നൽകിയത്. താരത്തിന്റെ സുരക്ഷ സ്വയം ഏറ്റെടുത്ത് പോയത് വീഴ്ചയാണെന്ന് കാട്ടിയാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. എന്നാൽ 10 ദിവസമായിട്ട് ഉദ്യോഗസ്ഥന് വിശദീകരണം നൽകിയിട്ടില്ല. തുടർ നടപടി SP തീരുമാനിക്കുമെന്ന് മെമ്മോ നൽകിയ തിരുവല്ല DYSP പറഞ്ഞു.